എന്റെ ഉണ്ണികളുടെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം, ദശാന്തി ദോഷം എല്ലാം അമ്മ ഇതുപോലെ കാറ്റി പറത്തിപ്പിച്ചു. ഉണ്ണി ഏത് അർദ്ധരാത്രിക്കും ഏത് വനത്തിരുന്നും എപ്പ വിളിച്ചാലും ഞാൻ പ്രത്യക്ഷമായി വരും. എന്താ ഉണ്ണി സങ്കടം? ചോറ്റാനിക്കരയമ്മേ, മണ്ടക്കാട്ടമ്മേ, ആറ്റുകാലമ്മേ, കന്യാകുമാരി അമ്മേ, മീനാക്ഷി കോവിലമ്മേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതാ വിചാരിച്ചമാട്ടെ കൊടുങ്ങല്ലൂരമ്മേ വിളിക്കേണ്ടിയുള്ളൂ. വിളിക്കണ്ട, ഓട്ടോമാറ്റിക്കൽ അല്ല കിരിയെ കൊണ്ടൊക്കാത്ത ജൻകിരി. അവർ ആ പേരും നാളും പറഞ്ഞ് ആവാഹിച്ച് ബന്ധത്തിൽ ആവാഹിച്ച് എന്റെ ശരീരത്തെ ആവാഹിച്ചെടുത്ത് തലതല്ലി താഴെ വീണ് ഞാൻ 7 പ്രാവശ്യം സത്യം ചെയ്ത് ആ ശരീരത്തു നിന്ന് അതിനെ മാറ്റും. അരമണിക്കൂർ കഴിഞ്ഞ് ജലം കുടിച്ചു കഴിയുമ്പോൾ പിണിയാണ്ട ശരീരത്തു നിന്ന് ആ ബാധ പോയിരിക്കും. വരുന്ന ഉണ്ണികൾക്ക് ഒരു വിഷമവും ഞാൻ ഉണ്ടാക്കി കൊടുക്കത്തില്ല. അവിടെ ശരീരത്തിലെ ആറ്റുകാലമ്മ കുടിയിരിക്കുന്ന ഒരു അമ്മ, ആ അമ്മയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അമ്മേ, എന്താ ഉണ്ണി, എന്താ നിന്റെ സങ്കടം പറയൂ. അവിടെ മരുന്നില്ല, മന്ത്രമില്ല, ഉപദ്രവമില്ല, മറ്റൊരു ദോഷങ്ങളും എന്റെ വരുന്ന മക്കൾക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇന്ന് വരെ. 30 വർഷത്തിനകം വെച്ച് എന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത് ഞാൻ മാറ്റിക്കൊടുക്കും. അമ്മയ്ക്ക് ഏകദേശം എത്ര വർഷമായി അമ്മ ഈ ഒരു കാവും? 30 വർഷം. 30 വർഷമായിട്ട് അമ്മ ചെയ്യുന്നു. നമ്മുടെ പേരെന്തുവാ? രാജമ്മ. രാജമ്മ. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? ജോലി കൃഷികളൊക്കെ ആയിരുന്നു. എല്ലാ ജോലിയും എനിക്ക് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ഭർത്താവും മക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പം കുടുംബമായിട്ട് ആർക്കും താമസിക്കാൻ ഒക്കാത്തതുകൊണ്ട് എല്ലാവരും പ്രത്യക്ഷമായി. വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കാൻ പറ്റത്തില്ല. പിന്നെ മീൻ ഇറച്ചി എനിക്ക് കൂട്ടിക്കൂടാ. പിന്നെ സ്വർണ്ണങ്ങളൊന്നും ഉപയോഗിച്ചുകൂടാ. സ്വന്തമായിട്ടൊന്നും ആഗ്രഹിച്ചുകൂടാ. ഒരു വസ്തുവകളോ ഓർണമെന്റ്സോ ഒന്നും പറ്റത്തില്ല. ബാങ്കിൽ ഒരു ബാലൻസ് ഇടാൻ പറ്റത്തില്ല. അതിന് തരത്തില്ല. എല്ലാം ഉണ്ട്, നിനക്ക് ഒന്നും ഉണ്ട്. ഇന്നത്തേക്ക് 100 രൂപ ആവശ്യമുണ്ട് 100 തരും. 500 ആവശ്യമുണ്ട് 500 കിട്ടും. ഞാൻ ആരോടും ചോദിച്ച് പണം വാങ്ങിക്കാറില്ല. അവര് മനസ്സോട് അറിഞ്ഞു തരുന്നതാണ്. പിന്നെ ദോഷം തീർക്കാൻ നേരത്തെ പൂക്കളൊക്കെ വാങ്ങിക്കേണ്ടിട്ട് 10-500 രൂപ ചോദിച്ച് വാങ്ങിക്കും. കാരണം വാങ്ങിച്ചു വെക്കണം. അത് എണ്ണ വേണം, തിരി തോനെ വേണം, നാരങ്ങാമേല വേണം, മറ്റമാല വേണം, ഇതിനെല്ലാം പൈസ വേണം. അല്ലാതെ അമിതമായിട്ട് ഇന്ന് വരെ ഒരുത്തരോട് മേടിച്ചിട്ടില്ല. അത് ഒരാളോട് വന്നത് തോർത്ത് കഴിയുമ്പോൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ടും തോന്നിയ സാമ്പത്തികം ഇല്ലെങ്കിൽ ആ പൂക്കളുടെ ചെലവിൽ ഞാൻ അവരെ കൂടെ രക്ഷിച്ചു വിടുന്ന സ്വഭാവം എനിക്കുണ്ട്. അവരെ കൂടെ പാവങ്ങളാകുമ്പോ അവരെ കൂടെ രക്ഷിക്കും. അന്നേ ദിവസം വരുന്നവർക്ക് ആ ചെലവിൽ അവരെ കൂടെ രക്ഷിച്ചു വിടും. അവരോട് സമ്പത്ത് വാങ്ങിക്കാറില്ലെങ്കിൽ. നമുക്ക് ഇവിടെ പറഞ്ഞില്ലേ 8 മണി തൊട്ട് ഞാൻ എപ്പോ ഇവിടെ ഉണ്ടോ അപ്പോഴെല്ലാം പറ്റും. എല്ലാ ദിവസവും ഇവിടെ തന്നെ കാണത്തില്ല. പക്ഷെ എങ്ങും വീടുകളിൽ പോയി ഒന്നും ചെയ്യാറില്ല. അത് പോകത്തുമില്ല. അതിന്റെ ആവശ്യമില്ല. ആപത്തിൽപ്പെട്ട് കിടക്കുന്നവരമ്മ കരകയറ്റും. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ദേഹത്ത് വരുന്ന ആരാ? പരാശക്തിയാന്ന് പറഞ്ഞില്ലേ? 7 ശക്തി. ശിവൻ വരുന്ന പാമ്പ് കടിച്ച് വെട്ടറക്കുന്നതിനാൽ തന്നല്ല, കാലുകളെല്ലാം ചൊറിഞ്ഞടന്ന് ഈ നാഗരുടെ കോപമുള്ളത് കാലെല്ലാം മുറിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ആ സമയത്ത് ഇത് ഓതിയിട്ട് മണ്ണാർശാലി പോയി സർപ്പദോഷം അവര് വന്നേ അളിഞ്ഞ് കാല് എത്ര ചികിത്സിച്ചാലും കാല് മുറിക്കണം എന്നൊക്കെ പറയുന്നവരെ മണ്ണാർശാലി വിട്ട് നാഗർക്ക് ഓടിന്റെ സർപ്പരൂപവും പുറ്റും മുട്ടയും വാങ്ങിച്ചു കൊടുത്തിട്ട് വരാൻ പറയും. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളം ഓതി തോലുകൊണ്ട് ഓതി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ മരുന്ന് ചെയ്യുമ്പോൾ അത് കഴിയും. അല്ലാതെ എത്ര വർഷമായാലും കാല് മുറിക്കേണ്ടി വരെ വന്നാൽ മുറിച്ചേ പറ്റൂ. ഇത് മുറിക്കാതെ ഞാൻ രക്ഷപ്പെടുത്തും. നാഗരുടെ കോപമാണെങ്കിൽ രക്ഷപ്പെടുത്തും. പക്ഷെ നാഗം കൊത്തിയിട്ട് വരുന്നത് ഞാൻ അവിചാരിതമായിട്ടേ ചെയ്യൂ. എന്തായാലും അതൊരു ഭയപ്പാടുണ്ട് അത്ര. അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വലിച്ചെടുത്ത് ഛർദ്ദിച്ച് കളയോ. എനിക്കത് ബുദ്ധിമുട്ടുവാ ഛർദ്ദിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഡിഫിക്കൽറ്റ് വന്നാൽ നാളെ ഒരു സമയത്ത് അതൊരു പ്രശ്നമായി. എനിക്ക് ഈ 30 വർഷത്തിനകം വെച്ച് ഇത് വന്ന് എന്റെ ഒരു കസ്റ്റമർ എന്നെ ദോഷമായിട്ട് ഒരു കാര്യം എനിക്ക് ചെയ്തിട്ടില്ല. ഞാൻ അവർക്കും ചെയ്തിട്ടില്ല. അത്ര എനിക്കാണ്. മുളവനക്കോണം. അതായത് ഏരൂര് പാണയും മുളവനക്കോണം എന്ന് വെച്ചാൽ വനത്തിന്റെ ഏറിയ ഈ കോണം. ഇവിടെ അങ്ങോട്ട് വനോ എണ്ണപ്പനയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഞാൻ വലിയ ആളല്ല. എന്നാ സത്യത്തിന് നമ്മൾ ഇതുപോലൊരു ആ ഒച്ചിനെ ഒരുപാടെടുത്ത് പോയിട്ടുണ്ട്. എനിക്ക് ഇതുപോലൊന്നും വലിച്ചിട്ടില്ല മോനെ. ഞാനിവിടെ ചെയ്യുന്നതിന്റെ ഒരു അംശം പോലും അങ്ങോട്ടൊന്ന് ചോദിക്കാൻ പോലും ഒക്കത്തില്ല ചിലരോട്. പറയുന്നങ്ങ് കേട്ടോണ്ടാ മതി എന്ന് പറയും ഈ പോറ്റുമാരൊക്കെ. കേട്ടോ, ഞാൻ എന്ത് സങ്കടപ്പെട്ടിട്ടുണ്ടല്ലോ. എന്ത് പൈസ ചെലവാക്കി ചെന്നാ ഒരു 5 മിനിറ്റ് നമുക്കൊരു ഇത് 2 മണിക്കൂറായി അവർ വന്നു. അവരുടെ എത്തുന്നുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞതുപോലെ 2 മണിക്കൂറായാലും 3 മണിക്കൂറായാലും ഞാൻ വിശന്നോ ദാഹിച്ചോ ഇതൊന്നും ഞാൻ കണക്കാക്കാറില്ല. എന്റെ ഒരു സുഖങ്ങളും ഞാൻ നോക്കാറില്ല. വിശന്നായാലും ദാഹിച്ചായാലും അവരുടെ കാര്യം നിറവേറ്റി കൊടുക്കും. പിന്നെ എല്ലാം ഒപ്പിക്കാൻ ഞാൻ എന്തോ മേളിൽ നിന്ന് പൊട്ടിമുളച്ചു വന്ന ദൈവം അല്ലല്ലോ. മനസ്സിലായോ? ഒരു ശക്തിയല്ല 7 ശക്തി എന്റെ ശരീരത്ത് അണിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രവൃത്തികൾ അത് ചെയ്യും.
അത് വരുന്നവർക്കുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലിക്കുണ്ടെങ്കിലോ അടുത്തല്ലോ മനസ്സിലായോ? ഇത്രയും മെയിനായിട്ടാ. ഏത് മാതം കെട്ടി വലിച്ചോണ്ട് വന്നാലും ഞാൻ 1/2 മണിക്കൂറിനകത്ത് വെച്ച് വരുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അവരവിടെ ഇരുന്നാൽ മതി. ഞാൻ എന്റെ ശരീരത്തെ ആവാഹിച്ച് പിടിച്ചാണ് അത് കളയുന്നത്. എങ്ങും അങ്ങനെ ഭാഗ്യമില്ല. അവരെ ഉപദ്രവിക്കുന്നവരുണ്ട്, അവരുടെ ശരീരത്ത് വരുത്തുന്നവരുണ്ട്. ഈ ശരീരത്തോട്ട് ഇങ്ങനെ ആവാഹിക്കോ കൊടുങ്ങല്ലൂരമ്മ, അല്ലേ ചോറ്റാനിക്കരമ്മ. ആവാഹിച്ചു കഴിഞ്ഞാൽ ചോറ്റാനിക്കരമ്മയെ കൊണ്ട് ഒത്തില്ലെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ അവര് പിടിച്ചെടുത്തോളൂ. കൊടുങ്ങല്ലൂരമ്മ വന്നാൽ അമ്മയ്ക്ക് നീളം ചോദിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് പറയും, ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നീ നീളം തരണ്ട, കുങ്കുമം കലക്കി കട്ടിയായിട്ട് എനിക്ക് തന്നാൽ മതി രക്തത്തിന്. അത് കുടിച്ചപ്പോ അത് അവിചാരിതമായിട്ടേ കൊടുങ്ങല്ലൂരമ്മയെ വിളിക്കേണ്ടി ഉള്ളൂ. വിളിക്കണ്ട, ഓട്ടോമാറ്റിക്കലി. അല്ല, കീരിയെ കൊണ്ടൊക്കാത്ത ചെൻകീരി വരും, അത്രയേ ഉള്ളൂ. എനിക്കല്ലാതുകൊണ്ട് ഞാൻ വലിയ ആളൊന്നും അല്ല, ഞാൻ പണക്കാരിയല്ല, ഞാൻ പണത്തിന് ആശിക്കുന്നുമില്ല. അവർക്കുള്ള എണ്ണയും തിരിയും കർപ്പൂരവും എനിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഇപ്പം കിട്ടുന്നുണ്ട്. മറ്റെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ കൊണ്ടു തരുന്നത് ഞാൻ അത് സന്തോഷമായിട്ട് കഴിക്കുന്നു. പിന്നെ അതിന് നേർച്ച തരുന്നത് അവർക്ക് കൊടുത്തതിന്റെ ബാക്കി ഞാനും കഴിക്കും. പിന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയി നേർച്ച കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്കൊരു സമ്പാദ്യം ഇന്ന് വരെ